പക്ഷേ എൻ്റെ ജോലിക്ക് എന്നെ സഹായിച്ചത് ഉറപ്പായിട്ടും ബിഗ് ലൈനിങ് ആണ്. ആ റിവിഷനിലെ ഒരു സാറ് പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് അടുത്ത ദിവസം ചോദിച്ചു. എങ്ങനെയോ മനസ്സിൽ വന്നതാണ് ഏണസ്റ്റ് അക്കാഡമി. അങ്ങനെ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തപ്പോൾ ആ ക്ലാസ്സസ് എടുത്ത മെൻറ്റേഴ്സ് ഇങ്ങനെ ഒത്തിരി നല്ല മെൻറ്റേഴ്സിൻ്റെ അണ്ടറിലായിരുന്നു ഞാൻ ഫസ്റ്റ് കോച്ചിങ് അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ തന്നെ എടുത്തിട്ടുള്ള സബ്ജക്റ്റുകൾ ഞാൻ പലതവണ വേറെ വേറെ ബാച്ചിന് എടുത്തിട്ടുണ്ട്. അഥവാ എടുത്തൊരു സാധനം വീണ്ടും വീണ്ടും യൂസ് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലുള്ള ആ ഒരു മോട്ടിവേഷൻ അല്ല ഇവർക്കുള്ളത്. ഇവരുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഏണസ്റ്റ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും റാങ്ക് കിട്ടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ടീമാണെന്ന് തോന്നിയിട്ടുണ്ട്. എല്ലാ ഫാക്കൽറ്റീസിനും എൻ്റെ ഒരു ബിഗ് താങ്ക്സ്. ബിക്കോസ് എല്ലാവരും ക്വാളിറ്റി ക്ലാസ്സസ് ആയിരുന്നു നമുക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. എഴുതിയ 2 പരീക്ഷ ഒന്നും കിട്ടിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ബിഗ് ലേണിങ്ങിലോട്ട് വരുന്നത്. അപ്പോൾ ബിഗ് ലേണിങ്ങിലോട്ട് വന്നപ്പോൾ ഉള്ള വ്യത്യാസം എന്ന് വെച്ചാൽ വളരെ ഫ്ലെക്സിബിൾ ആയിരുന്നു. അപ്പോൾ ഇവരെന്ന് വെച്ചാൽ നമ്മുടെ റിവ്യൂസ് കേട്ടിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു മോഡിഫിക്കേഷൻസ് അവരുടെ ക്ലാസ്സിൽ വരുത്തും. അപ്പോൾ നമ്മൾ ഏണസ്റ്റ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 6 വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു സ്റ്റുഡൻറ്റിൽ നിന്ന് തുടങ്ങിയ ഒരു ജേണിയാണ് നമ്മൾ. ഇപ്പോൾ നമ്മൾ 40,000 സ്റ്റുഡൻസ്, നിയർലി 40,000 സ്റ്റുഡൻസ് അക്രോസ് ഒരു 10-15 സ്ട്രീംസിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വലിയ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടത്തിയിട്ടുള്ള 200-250 കോഴ്സിൽ അഫ്സൽ സാറ് പറഞ്ഞ പോലെ മിക്ക കോഴ്സുകൾ നമ്മൾ നടത്തിയിട്ടുള്ള എല്ലാ കോഴ്സുകളുടെയും ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സിൻ്റെ നമ്മൾ മീറ്റപ്പൊക്കെ നടത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞൊരു കാര്യം, റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ കാണാൻ കഴിഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൻ്റെ വലിയൊരു ശതമാനം ഉദ്യോഗാർത്ഥികൾ ഏണസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് തന്നെയാണ്. എത്ര നല്ല ക്ലാസ്സുകൾ തന്നെന്ന് പറഞ്ഞാലും എത്ര നല്ല ക്വസ്റ്റ്യൻസ് തന്നെന്ന് പറഞ്ഞാലും നിങ്ങൾ ഇടുന്നൊരു എഫേർട്ട്, നിങ്ങൾ ഇടുന്നൊരു ഹാർഡ് വർക്ക്, നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് നിന്ന് ഇടുന്നൊരു പ്രയത്നം, അതാണ് നിങ്ങൾക്ക് ഈ റിസൾട്ട് കൊണ്ടു തരുന്നത്. ആക്ച്വലി നിങ്ങളുടെ നേട്ടം ഇൻഡയറക്റ്റായിട്ട് ഞങ്ങളുടെ നേട്ടവും കൂടാണ് അല്ലേ. അപ്പം ഞങ്ങൾക്ക് ഈ ഒരു നേട്ടം കൊണ്ടു തരുന്നത് നിങ്ങളിലൂടെയാണ്. നിങ്ങളുടെ ഹാർഡ് വർക്കാണ്, നിങ്ങളുടെ ഫോക്കസാണ് നമുക്ക് ആ ഒരു നേട്ടം കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ ഏണസ്റ്റ് അക്കാഡമിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നിങ്ങളോടുള്ള നന്ദി ഞാൻ അതിനെ അറിയിക്കുകയാണ്.